ഇന്ത്യയെ ഒരു കായിക ശക്തിയാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് തന്റെ സർക്കാർ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കായിക സംസ്കാരത്തിന്റെ വളർച്ച ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുന്നതിൽ നിർണായകമാണ്. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന ഇന്ത്യ കായിക രംഗത്തെ വളർച്ചയ്ക്ക് പ്രധാന പരിഗണന നൽകേണ്ടതും അനിവാര്യമാണ്. കായിക രംഗത്തിലെ കരുത്ത് മൃദുശക്തി അഥവാ സോഫ്റ്റ് പവറായി പരിണമിക്കുന്നു. അതായത് ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകാരവും യശസ്സും വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമായ മാർഗമാണിത് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ കായിക മേഖലയിലെ ആധിപത്യം ഇന്ത്യക്ക് നിർണായകമാണ്. കായിക സൗകര്യങ്ങൾ നവീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അധികം വൈകാതെ ഇന്ത്യ കായിക രംഗത്തെ വൻ ശക്തിയാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷത്തിൽ വെർച്വലായി പ്രസംഗിക്കവേ പ്രധാനമന്ത്രി അക്കാര്യം അടിവരയിട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് ഇന്ത്യയെ ഒരു കായിക ശക്തിയാക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം അഥവാ TOPS പദ്ധതി ഇന്ത്യൻ അത്ലറ്റുകൾക്ക് സമഗ്രമായ പിന്തുണയാണ് നൽകുന്നത്. പദ്ധതി വലിയ മാറ്റത്തിന് വഴിവെക്കും എന്നുറപ്പാണ്. തിരഞ്ഞെടുത്ത ഒളിമ്പിക് ഇനങ്ങളിൽ പ്രതിഭകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണിത്. TOPS കോർ പദ്ധതി ഉയർന്ന നിലവാരമുള്ള 94 കായിക താരങ്ങൾക്കാണ് മികവാർന്ന സൗകര്യം ഒരുക്കുന്നത്. TOPS ഡെവലപ്മെന്റ് ഗ്രൂപ്പ് വഴി 112 താരങ്ങൾക്ക് താങ്ങാവുകയാണ് സർക്കാർ. 1048 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ താഴെത്തട്ടിലുള്ള പ്രതിഭാവികസനം സാധ്യമാക്കുന്നു. ഖേലോ ഇന്ത്യയുടെ കീഴിൽ 3000-ഓളം കായിക താരങ്ങൾക്ക് പ്രതിവർഷം 6.28 ലക്ഷം രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്നു. ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ പ്രകടനം മെച്ചപ്പെടുത്തി. അതിനിയും തുടരും. 6 മാസത്തിലൊരിക്കൽ കായിക താരങ്ങളുടെ വിലയിരുത്തൽ നടത്തും എന്നതാണ് TOPSന്റെ സവിശേഷത. പ്രതീക്ഷിക്കുന്ന കായിക മികവിലേക്ക് താരങ്ങളെ ഉയർത്തുന്നതിനൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതിന് ചില പാരാമീറ്ററുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. കായിക താരങ്ങളുടെ പരിശീലകരെ നിയമിക്കുന്നത് പദ്ധതി വഴി നിരീക്ഷിക്കുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദേശീയ കായിക ഫെഡറേഷനുകൾ എന്നിവയെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ പദ്ധതി നിർബന്ധിതരാക്കുന്നു. 2036 സമ്മർ ഒളിമ്പിക്സ്, 2030 കോമൺവെൽത്ത് ഗെയിംസ് എന്നിവ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നതിനായി ഉറ്റുനോക്കുകയാണ് രാജ്യം. ആരോഗ്യമുള്ള രാജ്യം മാത്രമല്ല, രാജ്യാന്തര ചാമ്പ്യന്മാരെ വാർത്തെടുക്കുക എന്നതുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിക്കുന്നു. വികസിത രാജ്യമാകാൻ മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യ സ്പോർട്സിനെ അജണ്ടയിൽ കൃത്യമായി ഉൾപ്പെടുത്തുന്നു. മയക്കുമരുന്നിലും തീവ്രവാദത്തിലും യുവാക്കളെ കുരുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ഉപാധി കൂടിയാണ് കായിക രംഗം. അത് നമ്മൾ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.